ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഈ ആഴ്ചയിലെ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ മതിയല്ലോ, അതായത് തിങ്കളാഴ്ച മുതൽ ഇനിയിപ്പോൾ അടുത്ത ശനിയാഴ്ച വരെയുള്ള ഫുൾ വിശേഷവുമായിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. അത് നെക്സ്റ്റ് വീക്ക് പ്രമോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് പറ്റി ചിന്നു നെക്സ്റ്റ് വീക്ക് പ്രമോ കണ്ടില്ലല്ലോ, രേവതിയുടെ സച്ചിയുടെ നെക്സ്റ്റ് വീക്ക് പ്രമോ ഒക്കെ ഇട്ടു, പിന്നെ എന്താണ് ചിന്നു ഇടാത്തതെന്നൊക്കെ. അപ്പം അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഓരോ കമൻസ് ഒക്കെ ഇടുമ്പോഴത്തേക്കും ഞാൻ അതിന് റിപ്ലൈ തരുന്നില്ല എങ്കിലും വായിക്കണുണ്ടെന്നെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകട്ടെ. അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ബോറാക്കുന്നില്ല. നമുക്ക് നേരെ അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് അങ്ങ് പോകാം അല്ലേ. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ അങ്ങോട്ടേക്ക് കാണാൻ പോകുന്നത് നമ്മുടെ നവ്യയുടെ മഹായുദ്ധം തന്നെയാണ്. നമ്മുടെ നവ്യ ഇനി നയനയോട് പോരെടുക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പൊ രണ്ടമ്മമാർ തമ്മിലുള്ള യുദ്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നയനയും ഇപ്പോൾ ഒരമ്മ തന്നെയാണ്. സ്വന്തം കുഞ്ഞിനെ പോലെയാണ് ചന്തുമോളെ സ്നേഹിക്കുന്നതും പരിപാലിക്കുന്നതും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നവ്യയ്ക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നയന ചന്തുമോളെ സ്നേഹിക്കുന്നത് പോലെ നയനയുടെ കുട്ടിയെ സ്നേഹിക്കുന്നില്ല എന്ന് നവ്യയ്ക്ക് തോന്നുകയാണ്. ചന്തുമോളെ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ നവ്യയുടെ കുട്ടീനെ സ്നേഹിക്കുന്നില്ല എന്ന് നവ്യയ്ക്ക് തോന്നുകയാണ്. അപ്പൊ അതാണ് ഈ യുദ്ധത്തിന്റെ പ്രധാന കാര്യം. പിന്നെ നയന മാത്രമല്ല, മുത്തശ്ശി, മുത്തശ്ശൻ, ദേവയാനി, ആദർശ്, അപ്പൊ ഇവരൊക്കെ ചന്തുമോൾക്ക് കൂടുതൽ ഒരിത് കൊടുക്കുകയാണ്, സ്നേഹം കൊടുക്കുകയാണ്, ഒരു സ്ഥാനം കൊടുക്കുകയാണ്. തൻ്റെ കൊച്ചിനത് കിട്ടുന്നില്ലല്ലോ എന്ന ആ ഒരു വിഷമമാണ് കലിയിലൂടെയും ദേഷ്യത്തിലൂടെയും കുശുമ്പിലൂടെയും അസൂയിലൂടെയും ഒക്കെ ഇനിയിപ്പം നവ്യയ്ക്ക് പ്രകടമാകുന്നത്. ഇത് പ്രകടമാക്കുന്നതാണ് കേട്ടോ. അത് അഭിയും ജലജയും കൂടിയാണ് നവ്യയുടെ ഓരോ ഞരമ്പിലും വിഷം കുത്തിവെച്ച് ഇറക്കി ഈ ഒരു വിഷയത്തിലേക്ക് എത്തുന്നത്. അപ്പം നമ്മൾ ഈ പ്രാവശ്യം, അതായത് 2 ദിവസം നമുക്ക് എപ്പിസോഡ് ഇല്ല, ഒരു ദിവസം നമുക്ക് എപ്പിസോഡ് ഇല്ലായിരുന്നു. അപ്പൊ ഇന്നും ഇല്ല, നമുക്ക് എപ്പിസോഡ് ഇനി നാളെയാണ് വരാൻ പോകുന്നത്. ഇന്നലെ എപ്പിസോഡ് ഇല്ലായിരുന്നു. അപ്പൊ ഇതിനു മുമ്പ് നവ്യ അനന്തപുരി തറവാട്ടിലേക്ക് വരാൻ തുടങ്ങുന്ന ആ ഒരു ഭാഗമൊക്കെ ആണല്ലോ കാണിച്ചു നിർത്തിയത്. അങ്ങനെ നമ്മുടെ നവ്യ അനന്തപുരി തറവാട്ടിലേക്ക് വരികയാണ്. നവ്യനെ വിളിക്കാനായിട്ട് ചെന്നേക്കുന്നത് വേറെ ആരുമല്ല, നയനയും ജലജയും അഭിയും ജാനകിയും ഒക്കെ ചേർന്നാണ്. ആദർശ് പോകുന്നുമില്ലല്ലോ. അപ്പൊ ഇവര് ചെല്ലുന്നു. അങ്ങനെ ഇവര് കൂട്ടിക്കൊണ്ട് വരുവാണ് കേട്ടോ. അപ്പൊ വഴിയിലൂടെയൊക്കെ വരുമ്പോഴും നമ്മുടെ നവ്യയുടെ അല്ല, നയനയുടെ ചങ്കില് തീയാണ്. ഇനി സത്യങ്ങളൊക്കെ അറിയാൻ പോവുകയാണ് ഗോവിന്ദനും അതുപോലെ കനകദുർഗയും. സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ എന്തായിരിക്കും? തൻ്റെ മകളുടെ ജീവിതം നശിച്ചു പോയല്ലോ, തൻ്റെ മകളെ ആദർശ് ചതിച്ചല്ലോ, ആദർശിന്റെ ആ ഒരു മുഖഛായ തന്നെ മാറുമല്ലോ. ആദർശിന്റെ മുഖഛായ എന്ന് പറഞ്ഞാൽ നമ്മുടെ കനകയും ഗോവിന്ദനും ഒരു നല്ലൊരു മരുമകന്റെ ആ ഒരു ഛായയിലാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ആ മുഖഛായ ഇനി മാറി ഒരു വൃത്തികെട്ടവൻ, ഒരു പെണ്ണുപിടിയൻ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഒരു അവിഹിതക്കാരൻ എന്നൊക്കെ മുദ്ര കുത്തും ഇവര്. അപ്പൊ ആ ഒരു ചിന്തയിൽ ഭയങ്കരമായിട്ട് പേടിച്ചു വിറച്ചാണ് അനന്തപുരി തറവാട്ടിലേക്ക് പോകുന്നത്. അപ്പം നമ്മുടെ നയനയോട് നവ്യ ഇടയ്ക്ക് പറയുന്നുണ്ട്, എന്തിനാണ് നയന നീ ഇങ്ങനെ കടിച്ചു പിടിച്ചവിടെ നിൽക്കുന്നത്? നിനക്ക് ഇതിന്റെ വല്ല കാര്യവും ഉണ്ടോ? നിനക്ക് പറയേണ്ടത് മുഖത്ത് നോക്കി ആദർശിനോടും, ആദർശ് എന്ന് തന്നെയാട്ടോ ഇപ്പം വിളിക്കുന്നത്. നേരത്തെ ആദർശേട്ടാന്നൊക്കെ നവ്യ വിളിച്ചുകൊണ്ടിരുന്നാണെങ്കിൽ ഇപ്പൊ നിനക്ക് മുഖത്ത് നോക്കി ആ ആദർശിനോടും അവരുടെ അമ്മയോടും അച്ഛനോടും മുത്തച്ഛനോടും മുത്തശ്ശിയോടൊക്കെ പറയത്തില്ല? നീ എന്തിനാ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? ആ വീട്ടിൽ വന്ന് ആ പെങ്കൊച്ചിനെ തൂത്ത് നിനക്ക് എറിയത്തില്ലേ? നീ പിന്നെ എന്തിനാണ്? നിനക്ക് അവിടെ ഉള്ളവരോട് ഒരു കടപ്പാടും സ്നേഹമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ നീ നിന്റെ ആത്മാഭിമാനം വിറ്റ് ജീവിക്കേണ്ട കാര്യമുണ്ടോ? സ്വന്തം ഭർത്താവിനെ പങ്കുവെക്കേണ്ട കാര്യമുണ്ടോ? അവിഹിതത്തിലുള്ള ഒരു കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നവ്യ നയനയോട്. ഏതായാലും നയന ഇതൊക്കെ കേട്ടിട്ടും ഒന്നും മിണ്ടുന്നില്ല. ഒന്നും മിണ്ടിയിട്ടും കാര്യമില്ലെന്നറിയാം. കാരണം അഭി അത്രമാത്രം കുത്തിവെച്ചിട്ടുണ്ട് നമ്മുടെ നവ്യയോട് കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ അവര് അനന്തപുരി തറവാട്ടിൽ എത്തുന്ന കുറച്ച് ഭാഗങ്ങളാണ് പിന്നെ കാണിക്കുന്നത്. അനന്തപുരി തറവാട്ടിൽ എത്തുമ്പോഴത്തേക്കും തന്നെ ഇവരെല്ലാവരും നിലവിളക്കൊക്കെ കൊടുത്ത് സ്വീകരിക്കാൻ വേണ്ടി അകത്ത് നിൽക്കുകയാണ്. അങ്ങനെ ആദ്യമേ തന്നെ നമ്മുടെ നയന അകത്തേക്ക് കയറിപ്പോയി മേളിലത്തെ നിലയിൽ നിന്നും ചന്തുമോളെ, അതായത് ആദർശിന്റെ അടുത്തായിരുന്നു ചന്തുമോൾ ഉണ്ടായിരുന്നത്. അപ്പൊ ചന്തുമോളെ എടുത്തുകൊണ്ട് താഴേക്ക് വരികയും കണ്ണ് തള്ളിയാണ് നമ്മുടെ ജലജ നോക്കുന്നത്. അപ്പം ജലജ ഇത് കണ്ടതും
ഏ നയന, ഈ കുട്ടി ഏതാ? ഇതുവരെ ഈ കുട്ടി ഇവിടെ ഉള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. എന്താ, നിങ്ങളുടെ ആരുടെയെങ്കിലും ബന്ധുക്കളാണോ എന്നൊക്കെ ഇങ്ങനെ എടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ജലജ, ബന്ധുവാ? ബന്ധുവല്ല, സ്വന്തമാ, സ്വന്തം. സ്വന്തം മോളുടെ കുഞ്ഞാന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും, അല്ല, എന്താ ജലജ ജലജ ഇങ്ങനെ കളിയാക്കി സംസാരിക്കുന്നത്? എന്റെ മോളുടെ കുഞ്ഞല്ലേ ദേ ഇവളുടെ കയ്യിലിരിക്കുന്നത്. ദേ എന്റെ മോൾക്ക് ഇപ്പോഴല്ലേ കുഞ്ഞുണ്ടായത്. എന്റെ പേരക്കുട്ടിയല്ലേ ഇത്. ഇത് മാത്രമല്ല, ദേ കൊണ്ടുവരുന്നത് ഒരു പേരക്കുട്ടി തന്നെയാണ്. ഇത് കേട്ടതും നമ്മുടെ ഗോവിന്ദനാണെങ്കിൽ പെട്ടെന്ന് ദേവയാനിയുടെ മുഖത്തും മുത്തച്ഛന്റെ മുഖത്തും മുത്തശ്ശിയുടെ മുഖത്തൊക്കെ മാറി മാറി നോക്കുമ്പോഴത്തേക്കും മുത്തച്ഛൻ പറഞ്ഞു, സത്യമാണ് ജലജ പറഞ്ഞ സത്യം തന്നെയാണ്, ഈ ഇറങ്ങി വരുന്നത് നിങ്ങളുടെ കൊച്ചുമോളാണെന്ന്. ഇത് കേട്ടതും പെട്ടെന്നൊരു വല്ലാത്ത ഷോക്കോട് കൂടി നമ്മുടെ കനക നിൽക്കുകയാണ്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? കൊച്ചുമോളെന്നോ? ആ, ഈ വരുന്നത് ആദർശിന്റെയും നയനിയുടെയും കുഞ്ഞാണെന്ന്. ഇത് കേട്ടതും ഞാൻ സമ്മതിക്കില്ല. അതെങ്ങനെ ആദർശിന്റെയും നയനിയുടെയും കുഞ്ഞാകുന്നത്? ഇത് എന്തൊക്കെയാ വിളിച്ചു പോകുന്നത്? അല്ല മൂർത്തി സാറേ, മൂർത്തി സാർ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല ആദർശിന്റെ അമ്മേ, ദേവയാനി, ഇതെന്താ ദേവയാനി എന്ന് പറഞ്ഞ് എന്തോ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നമ്മുടെ കനകയും ഗോവിന്ദനും നിൽക്കുകയാണ്. അപ്പോഴേക്കും പതുക്കെ നമ്മുടെ നയന കുട്ടിയെ കൊണ്ട് ഇറങ്ങി വന്നു. കുട്ടിയെ നിലത്ത് നിർത്തിയിട്ട് നമ്മുടെ കനകയോട് പറയാണ്, അമ്മ വിഷമിക്കരുത്, അച്ഛനും വിഷമിക്കരുത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ ആദ്യം ഞാൻ പറയുന്നത് കേൾക്കണം. ഇവിടെ മറ്റാരും പറയുന്നത് നിങ്ങൾ കേൾക്കാൻ നിൽക്കരുത്. അച്ഛനും അമ്മയ്ക്കും എന്നെ വിശ്വാസമല്ലേ? ഞാൻ നിങ്ങളുടെ നയനമോളാണ്, അതറിയാലോ. ഞാനൊരു തെറ്റ് ചെയ്യില്ലെന്നറിയാലോ. അതുപോലെ തന്നെ എന്നെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം എന്നും പറഞ്ഞ് നമ്മുടെ കനകേനെയും ഗോവിന്ദനെയും റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുകയാണ്. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കനകയും ഗോവിന്ദനും ഒക്കെ പൊട്ടിത്തെറിക്കുന്നു പ്രതീക്ഷിച്ച് നിന്ന ആ ഒരു സമയത്ത് അവര് ആ ചന്തുമോളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും പൊട്ടിത്തെറിക്കുന്നോ അല്ലെങ്കിൽ പിന്നെ ആദർശിനെ അവിശ്വസിക്കാൻ കൂട്ടാക്കുന്നോ ഒന്നുമില്ല. നമ്മുടെ ദേവയാനി സഹിതം ആദർശിനെ അവിശ്വസിച്ചു. പക്ഷേ നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും നയന പറഞ്ഞത് കേട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് ആ കുട്ടിയെ സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ, സ്വന്തം കുഞ്ഞല്ല സോറി, സ്വന്തം മകളുടെ കുഞ്ഞിനെ പോലെ തന്നെ സ്നേഹിക്കുകയാണ് ചന്തുമോളെ. ഇതൂടെ കാണുമ്പോൾ പിന്നെ നമ്പിക്ക് കുശുമ്പ് കയറാതെ ഇരിക്കുവോ? മാത്രല്ല നമ്മുടെ ജലജയ്ക്കും അഭിക്കും കുശുമ്പ് കയറാതിരിക്കുമോ? ജലജയും അഭിയും ഒക്കെ വിചാരിച്ചിരുന്നത് കനകദുർഗയും ഗോവിന്ദനും ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ ഭൂകമ്പം ഉണ്ടാകും, നയനിയെ കൂട്ടിക്കൊണ്ട് പോകും എന്നൊക്കെ വിചാരിച്ചിരുന്ന സ്ഥാനത്ത് അപ്രതീക്ഷിതമായി സംഭവിക്കുന്നത് മറ്റൊന്നാണ്. അവരാ കുഞ്ഞിനെ, ചന്തുമോളെ സ്നേഹിക്കുകയാണ്. ചന്തുമോള് തന്റെ മകളുടെ സ്വന്തം കുഞ്ഞായിട്ട് അംഗീകരിക്കുകയാണ്. ഇത് കാണുമ്പോൾ പിന്നെ എങ്ങനെയാണ് അഭിക്കും ജലജയ്ക്കും ജാനകിക്കും അതുപോലെ നമ്മുടെ അനാമികയും ഒക്കെ സഹിക്കുന്നത്? പിന്നെ അങ്ങോട്ട് തുടങ്ങുകയാണ് അങ്ങോട്ട് യുദ്ധം. പിന്നെ രണ്ടമ്മമാർ തമ്മിലുള്ള യുദ്ധം തന്നെയാണ് നമ്മുടെ നയനയും നവ്യയും തമ്മിലുള്ള യുദ്ധം. ഈ നമ്മുടെ നവ്യയുടെയും അഭിയുടെയും കുഞ്ഞിനെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവിടെ കുറച്ചൊരു മുൻഗണന കൂടുതൽ കൊടുക്കുന്നത് ചന്തുമോൾക്കാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നെങ്കിൽ ഇപ്പൊ നമ്മുടെ കുട്ടിയും ആ കുട്ടിയുമായിട്ട് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുട്ടീനെയല്ലേ വഴക്ക് പറയത്തുള്ളൂ. നമ്മൾ നമ്മുടെ കുട്ടീനെയല്ലേ നമ്മൾ ദേഷ്യത്തില് എന്തെങ്കിലുമൊക്കെ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കളിപ്പാട്ടത്തിന് തല്ലുണ്ടാക്കുകയാണെങ്കിൽ മോളെ നീ അത് അവന് കൊടുക്കുന്നേ പറയത്തുള്ളൂ. ആ കുട്ടി പുറത്തുനിന്ന് വന്നൊരു കുട്ടിയാണ്, അപ്പൊ ആ കുട്ടിക്ക് വിഷമാവണ്ടല്ലോ എന്നല്ലേ നമ്മൾ കരുതുന്നത്. ആ ഒരു രീതിയിലാണ് മുത്തശ്ശനും മുത്തശ്ശിയും നയനിയും ഒക്കെ നമ്മുടെ ചന്തുമോളെ കരുതുന്നത്. പക്ഷെ നവ്യക്ക് അവിടെ തോന്നുന്നത് വേറെ ഒന്നാണ്, മറ്റൊന്നാണ്. തൻ്റെ കുട്ടിക്ക് കിട്ടാത്ത സ്ഥാനം അവിടെ ചന്തുമോൾക്ക് കിട്ടുകയാണ്. അങ്ങനെ മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ കയർക്കുകയാണ് കേട്ടോ നമ്മുടെ നവ്യ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം കൂടുതൽ ചന്തുമോളെ തന്നെയാണ്. വലിഞ്ഞു കയറി വന്ന അവളെ എന്തിനാണ് നിങ്ങൾ എല്ലാവരും കൂടെ സ്നേഹിക്കുന്നത്? അവൾ അവിഹിതത്തിൽ ഉണ്ടായതല്ലേ? എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കുവോ, എൻ്റെ കുഞ്ഞിനെ ഒന്ന് താലോലിക്കുവോ ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ ഉടവാളെടുത്ത് മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുകയാണ്. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, നവ്യെ നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? ചന്തുമോള് വേറെ, നിന്റെ കുട്ടി വേറെ. നീ അതൊന്ന് മനസ്സിലാക്ക. ചന്തുമോള് വെളിയിൽ നിന്ന് വന്നൊരു കുട്ടിയാണെന്ന് നിനക്ക് അറിയാലോ. ആദർശിന്റെ കുട്ടിയാണ്
നയനയുടെ കുട്ടിയാണെങ്കിലും അവൾക്ക് അങ്ങനെ ഒരു സ്ഥാനം ഞങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടെന്ന് നീ മനസ്സിലാക്കണം. നിന്റെ അനിയത്തിക്ക് ഇത് മനസ്സിലാകുന്നുണ്ടല്ലോ. നിന്റെ അനിയത്തിയാണല്ലോ നയന. അവളുടെ സ്വന്തം കുട്ടി അല്ലാഞ്ഞിട്ട് പോലും അവൾ സ്വന്തം കുട്ടിയെ പോലെ കാണുന്നുണ്ടല്ലോ. അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നിനക്ക് കരുതിക്കൂടെ? നീ എന്തിനാണ് വെറുതെ ഇങ്ങനെ അഭിയുടെയും ജലജയുടെയും വാക്ക് കേട്ട് പഴയ നവ്യയായി മാറുന്നത്? നിന്റെ കുട്ടിയോട് ഇവിടെ ആർക്കും ഒരു സ്നേഹക്കുറവുമില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞായിട്ട് തന്നെയാണ് ഞങ്ങള് നിന്റെ കുഞ്ഞിനെ കണ്ടിരിക്കുന്നത്. അതിന് യാതൊരു കുറവും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഒരു പക്ഷേ ഞങ്ങൾ കുറച്ച് സ്നേഹം ചന്തുമോൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെന്ന് നീ മനസ്സിലാക്കിക്കോ നവ്യ എന്നിങ്ങനെ പറയുമ്പം ചന്തുമോൾക്ക് മാത്രമല്ലല്ലോ സ്നേഹം കൊടുക്കുന്നത്. അവിഹിതത്തിൽ പിറന്ന ചന്തുമോള്, അതിന് കാരണക്കാരനായ ആദർശവീരനായ ആദർശ്, മുത്തശ്ശന്റെ പാത പിന്തുടരുന്ന ആദർശ്, ആ ആദർശിന് എല്ലാ ജ്വല്ലറിയുടെയും തലപ്പത്ത് നിന്നൊരു MD-യുടെ സ്ഥാനം ഇപ്പോഴും കൊടുത്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ അഭിയാണ് ഇതൊക്കെ ചെയ്തിരുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ അഭിനെ ഇറക്കി വിടുമായിരുന്നല്ലോ. അതെയോ നിങ്ങളിപ്പം പക്ഷാഭേദം കാണിക്കുന്നതാണോ? ആദർശ് ആരാണെന്ന് എനിക്കറിയാം. ആദർശ് ഈ കുടുംബത്തിലെ അംഗം തന്നെയാണ്. പക്ഷേ എൻ്റെ അഭി ഈ കുടുംബത്തിലെ ആളല്ലല്ലോ. അതുകൊണ്ടുള്ള പക്ഷാഭേദമായണോ ഇത് എന്ന് നമ്മുടെ നവ്യ മുഖത്ത് നോക്കി അനന്തമൂർത്തിയോടും വസന്തരയോടും ചോദിക്കുകയാണ്. വസന്തര അത്രയും നേരം എല്ലാം കേട്ടുകൊണ്ട് നിന്നു. അത്രയും നേരം അവിടെ ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നത് മൂർത്തി മുത്തശ്ശനാണെങ്കിൽ അപ്പൊ തന്നെ വസന്തര മുത്തശ്ശി എണീറ്റിട്ട് പറഞ്ഞു, നിർത്തടി എന്ന് പറഞ്ഞു. നിന്റെ സംസാരം നീ ഇവിട്ടം കൊണ്ട് നിർത്തിക്കണം. നിന്റെ അമ്മായിയമ്മയെ കണ്ട് നീ പഠിക്കരുത്. നിന്റെ അമ്മായിയമ്മ പറയുന്നത് പോലെ നീ ഏറ്റു പറയരുത്. ഇതുവരെ അങ്ങനെ ഒരു പക്ഷാഭേദം, ഈ പന്തിയിൽ പക്ഷാഭേദം ഞങ്ങൾ കാണിച്ചിട്ടില്ല. കാരണം ജലജ ഞങ്ങളുടെ സ്വന്തം മകളായിട്ടാണ് വളർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അഭിയും ഇവിടുത്തെ കൊച്ചുമകനായിട്ടാണ് വളർന്നിരിക്കുന്നത്. അല്ലാതെ ഒരിടത്തും അവനെ മാറ്റി നിർത്തിയിട്ടില്ല. പക്ഷെ അവന്റെ കയ്യിലിരിപ്പിന്റെ പിന്നിൽ എന്താണെന്നും നിനക്കറിയാം, നിനക്ക് വ്യക്തമായിട്ട് അറിയാം. അതുപോലെ ബാക്കി എല്ലാവർക്കും അറിയാം. അവനെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അവൻ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ഒരിടത്തും അവൻ വിജയിച്ചിട്ടില്ല. അവനെ വീണ്ടും വീണ്ടും കൊണ്ടുവന്ന് മൂർത്തീസ് ജ്വല്ലറിയിലിട്ട് മൂർത്തീസ് ജ്വല്ലറി മുക്കിക്കളയാൻ ഇവിടെ ആർക്കും ഒരിതുമില്ല. പക്ഷേ ആദർശ് അങ്ങനെയല്ല. അവനൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റവൻ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ മൂർത്തീസ് ജ്വല്ലറി നല്ല രീതിയിൽ നോക്കുകയും ചെയ്യുന്നുണ്ട്. ആദർശ് ഒറ്റ ഒരുത്തന്റെ കഴിവുകൊണ്ട് മാത്രമാണ് മൂർത്തീസ് ജ്വല്ലറി ഇത്രയും വളർന്നിട്ടുള്ളത്. മുത്തശ്ശൻ അതിന്റെ പിന്നിലുണ്ടായിരുന്നുവെങ്കിലും ഇപ്പം മൂർത്തീസ് ജ്വല്ലറിയിൽ തിരിഞ്ഞു പോലും നോക്കുന്നില്ല മുത്തശ്ശന്. ഇദ്ദേഹം ഇപ്പം മൂർത്തീസ് ജ്വല്ലറിയിൽ തിരിഞ്ഞു പോലും നോക്കാത്തത് അത് ആദർശിന്റെ കഴിവ് കൊണ്ടാണ്. അതുകൊണ്ട് ആ കഴിവ് ഉള്ളവൻ അവിടെ നിൽക്കുമ്പോൾ കഴിവ് കെട്ടവനെ കയറ്റി ആ സ്ഥാനത്ത് ഇരുത്തേണ്ട കാര്യം ഞങ്ങൾക്ക് ആർക്കും ഇല്ല എന്ന് പറയുമ്പം എനിക്കറിയാം എൻ്റെ ഭർത്താവ് തീരെ കഴിവ് കെട്ടവൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഭർത്താവിനെ എല്ലാവരും മാറ്റി മാറ്റി നിർത്തിയെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഭർത്താവ് ഒരിക്കലും ഒരവിഹിതത്തിലും ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ടില്ല. അത് നിങ്ങളാരും മറക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യ ഒരു പോക്ക് പോവുകയാണ് നയനയുടെ റൂമിലേക്ക്. അങ്ങനെ നയനയോടും ചെന്നിട്ട് നാണമില്ലല്ലോടി നിനക്ക്, നിന്റെ ഭർത്താവിലുണ്ടായ അവിഹിതത്തിലുണ്ടായ കുഞ്ഞിനെ കയറ്റി പൊറപ്പിക്കാനായിട്ട് സ്വന്തം ചേച്ചിയുടെ കുഞ്ഞിനെ അവക്ക് വേണ്ട, കണ്ട കുഞ്ഞുങ്ങളെ അവൾ താലോലിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആ ചന്തുമോളോട് വരെ നമ്മുടെ നവ്യ പോരിന് ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ ഇതിനിടയിലാണ് DNA റിസൾട്ട് വരുന്നത്. അങ്ങനെ DNA റിസൾട്ട് വരുന്നു. നമ്മുടെ നയനയല്ല സോറി കിരൺ തന്നെയാണ് DNA റിസൾട്ട് കൊണ്ട് കൊടുക്കുന്നത്. അപ്പം DNA റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആദർശല്ല കുഞ്ഞിന്റെ അച്ഛൻ എന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ നയനിക്കും ആദർശനും ഒക്കെ ഒരുപാട് സന്തോഷമാവുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ദേവയാനിനെ ഈ റിസൾട്ട് കൊണ്ട് കാണിക്കുമ്പോഴത്തേക്കും ദേവയാനിക്ക് മനസ്സിലാവുകയാണ് തൻ്റെ മോനോട് താൻ ഇത്രയും നാളും കാണിച്ച വിരോധവും ദേഷ്യവും ഒക്കെ വെറുതെ ആയി പോയല്ലോ. അങ്ങനെ ആദർശിന്റെ മുമ്പിൽ ചെന്ന് കൈകൂപ്പി അമ്മയോട് പൊറുക്കണം മോനെ എന്നും പറഞ്ഞുകൊണ്ട് കരയുന്ന ദേവയാനി. അപ്പൊ ദേവയാനിയോട് പിന്നെ ആദർശ് പൊറുക്കാതെ വേറെ ആര് പൊറുക്കാന്? മാത്രമല്ല ഇതിന്റെ പിന്നിലെ അഭിയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ്. പക്ഷെ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അഭിയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നുണ്ടെങ്കിലും അവിടെ നമ്മുടെ നയനയും ആദർശും ബുദ്ധിപരമായിട്ടാണ് കളിക്കുന്നത്. അവരുടെ ജീവിതം, സ്വന്തം ചേച്ചിയുടെ ജീവിതം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ നയനയും ആദർശും ത്യാഗം ഏറ്റെടുക്കുകയാണ്. തൻ്റെ കുഞ്ഞായിട്ടും, അതായത് നയനയുടെ കുഞ്ഞായിട്ടും ആദർശിന്റെ കുഞ്ഞായിട്ടും തന്നെയാണ് നമ്മുടെ അനന്തപുരി തറവാട്ടിൽ ചന്തുമോള് വളരാൻ പോകുന്നത്. അത് പുറത്തു വിടാത്തത് വേറെ ഒന്നും കൊണ്ടുമല്ല, നമ്മുടെ
നവ്യയുടെ ജീവിതം അവിടെ തകരും. നവ്യ നയനെ പോലെയല്ല, വീട് വിട്ടിറങ്ങി പോകും, അത് ഉറപ്പായ കാര്യമാണ്. ആ കുഞ്ഞിനെയും കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടല്ല, കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വീട് വിട്ട് അഭിനെ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോകും. പിന്നെ ആ കുഞ്ഞിന്റെ ജീവിതവും അധോഗതിയാകും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നയനിയും ആദർശം ബുദ്ധിപൂർവ്വം കളിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോ നമ്മൾ ഈ ആഴ്ച മുതൽ കാണാൻ പോകുന്നത്, അതായത് നാളെ മുതൽ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ നിങ്ങളുടെ പരാതിയൊക്കെ തീർന്നോ? എന്താ ഇതുവരെ നയനുടെയും ആദർശിന്റെയും കഥ ചെയ്യാതിരുന്നത് എന്ന്? അപ്പം ഞാൻ ഇന്ന് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ചെയ്യാതിരുന്നത് കേട്ടോ. കാരണം ഞായറാഴ്ച ഇടാമെന്ന് ഓർത്തു. ഞായറാഴ്ച നമുക്ക് ഇടാൻ കഥയില്ലല്ലോ, നമുക്ക് ഇന്ന് കഥയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്ത് ഇന്ന് രാവിലെ വന്നാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് വീക്ക് പ്രമേയമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താന്ന്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പൊ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.